റാപ്പർ വേടനെതിരെ മറ്റ് കേസുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വേടനെതിരെ കൂടുതൽ പരാതികൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചുവെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പരാതിക്കാരി കോടതിയിൽ വ്യക്തമാക്കി. സാമൂഹ്യമാധ്യമത്തിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയുടെ വാദമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ അറസ്റ്റ് നിലവിൽ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് പരാതിക്കാരി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് നിരന്തരം ഈ ഒരു ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ലൈംഗിക വൈകൃതങ്ങളുള്ള വ്യക്തിയാണ്, സ്ഥിരം കുറ്റവാളിയാണ് വേടൻ. കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് തന്നെ 2 പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ലൈംഗിക കുറ്റകൃത്യം എന്നുള്ള രീതിയിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ മീറ്റു ആരോപണത്തിലടക്കം നിരന്തരം ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ള വ്യക്തിയാണ് വേടൻ. അതുകൂടാതെ തന്നെ അതിനുശേഷം സമൂഹ മാധ്യമത്തിലൂടെ വേടൻ ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള വേടന് മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു പരാതിക്കാരി ഹൈക്കോടതിയിൽ എതിർവാദം എന്നുള്ള രീതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതായത് ബലാത്സംഗം, അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധത്തിൽ എങ്ങനെ ബലാത്സംഗം ചുമത്താനാകുമെന്നുള്ളതായിരുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതുമാത്രവുമല്ല, ഈ ഒരു ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോൾ ഈ ഒരു ബലാത്സംഗമായിട്ട് അതിനെ കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നിരുന്നാലും ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാകും വരെ ഒരു അറസ്റ്റ് എന്നുള്ള നടപടിയിലേക്ക് കടക്കരുതെന്നുള്ള വാക്കാൽ പരാമർശം ഹൈക്കോടതി നടത്തുകയും ഒരു ഇടക്കാല ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നാളെ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അതുവരെ റാപ്പർ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നാളെ വിശദമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ വാദം തുടരും. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെമ്പാടും ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും കേസുകൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ വേടനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള എണ്ണവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അറിയിക്കാനും സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നാളെ ഈ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ അറിയിക്കണം. ഒപ്പം തന്നെ പരാതിക്കാരിയുടെ വാദങ്ങളും വേടന്റെ വാദഗതികളും ഹൈക്കോടതി വിശദമായിട്ട് തന്നെ കേൾക്കും. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.